ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റോസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതേപോലെ ഒരു പേപ്പർ എടുക്കുക. അളവുകൾ ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ട് നീളത്തിൽ മടക്കി കൊടുക്കാം. ഇനി ആ മടക്ക് നിവർത്തിയിട്ട് രണ്ട് സൈഡിൽ നിന്നും ട്രയാങ്കിൾ ഷേപ്പിൽ ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. ഇനി രണ്ട് സൈഡിൽ നിന്നും നീളത്തിൽ സെൻറ്ററിലേക്കായിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. അതിനുശേഷം രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. ഇതുപോലത്തെ 6 പീസസ് ആണ് നമുക്ക് വേണ്ടത്. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് രണ്ടെണ്ണം ഇതേപോലെ ഇങ്ങനെ ചേർത്ത് വെക്കുക. അങ്ങനെ 6 എണ്ണം ഉണ്ടാക്കിയിട്ട് 3 പെയറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി ഓരോന്നോരോന്നായിട്ട് അതേപോലെ ഇങ്ങനെ നിവർത്തി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ പെറ്റൽസായിട്ട് പതുക്കെ ഇതേപോലെ ഇങ്ങനെ നിവർത്തിയെടുക്കാം. ഇനി ഒരു ബഡ്സ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പെറ്റൽസിൻ്റെ ടോപ്പിൽ നിന്ന് താഴോട്ടേക്കായിട്ട് ഇതേപോലെ ചുരുട്ടി കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ റെഡിയായി. ഇനി ഇതിലേക്കുള്ള സ്റ്റെമ്മും ലീഫും ഒക്കെ സെറ്റ് ചെയ്യണം. അതിനായിട്ടൊരു ഗ്രീൻ കളർ പേപ്പർ എടുക്കുക. 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ഷേപ്പിലാണ് ഈ പേപ്പർ എടുത്തിട്ടുള്ളത്. ഇനി പെൻസിലോ പെന്നോ അല്ലെങ്കിൽ ചെറിയ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അതേപോലെ ഒരു സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു സ്റ്റെമ്മിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അതിൻ്റെ അറ്റത്തുള്ള ഭാഗം ഗം ഉപയോഗിച്ചിട്ട് അതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇനി അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഇതാക്കി നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്
ഗ്രീൻ കളറ് 10 സെൻറ്റിമീറ്റർ അളവിലുള്ളൊരു സ്ക്വയർ പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ട്രയാങ്കിൾ ഷേപ്പിൽ ഇതേപോലെ ഇങ്ങനെ മടക്കി എടുക്കുക. മടക്കി കഴിയുമ്പോൾ നമുക്ക് വേറൊരു ട്രയാങ്കിൾ കിട്ടും. അതിൽ നിന്നും പിന്നെയും അതേപോലെ തന്നെ ഒന്നും കൂടി ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക. അങ്ങനെ 3 ടൈംസ് മടക്കി കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പണുള്ള ഭാഗമല്ല, മടക്കുള്ള ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു കോർണറിലായിട്ട് ലീഫിൻ്റെ ഷേപ്പ് ഇതേപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. എന്നിട്ട് അത് സിസർ ഉപയോഗിച്ച് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ മടക്കുള്ള ജോയിൻ ആയിരിക്കുന്ന ഭാഗത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സർക്കിൾ ഷേപ്പ് കിട്ടും, അത് നിവർത്തി കഴിയുമ്പോൾ. ഇനി നമ്മുടെ സ്റ്റെമ്മ് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലവർ ഗം ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു ലീഫ് കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഗ്രീൻ കളർ ഒരു പേപ്പർ എടുത്ത് അത് 2ആയിട്ട് മടക്കുക. എന്നിട്ട് അതിൽ ഇലയുടെ ഷേപ്പ് വരച്ചിട്ട് സിസർ ഉപയോഗിച്ചിട്ട് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ 2 സൈഡിലേക്കുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു റോസ് ഉണ്ടാക്കി നോക്കാൻ വളരെ സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.